മനുഷ്യ ശരീരത്തിൽ ഏകദേശം 650ഓളം മസിലുകൾ ഉണ്ടെന്നാണ് ആസ് പെർ സയൻസ്. 650 മസിലുകളാണ് അവർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ 640 to 650 എന്നാണ് അവർ പറയുക. അതായത് കൃത്യമായ എണ്ണമല്ല. അപ്പൊ അതിനർത്ഥം കേൾക്കുന്ന നിങ്ങൾ വിചാരിക്കും 640 to 650 എന്ന് പറഞ്ഞാൽ ചിലർക്ക് 640, ചിലർക്ക് 642, ചിലർക്ക് 645, ചിലർക്ക് 650 അങ്ങനെ ആണെന്നല്ല ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും ഒരേപോലെയാണ്. ഒരു പൊണ്ണത്തടിയനായാലും ഒരു കൊച്ചുകുട്ടിയായാലും ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും മസ്കുലർ ബോഡി ആയിട്ടുള്ള ബോഡി ബിൽഡർ ആയാലും മിസ്റ്റർ യൂണിവേഴ്സ് ആയാലും മിസ്റ്റർ ഒളിമ്പിയ ആയാലും മിസ്റ്റർ ഇന്ത്യ ആയാലും അവരുടെ എല്ലാവരുടെയും ശരീരത്തിലെ മസിലുകൾ സെയിം ആണ്. ഞാൻ കുറെ വർക്കൗട്ടൊക്കെ ചെയ്ത് എക്സർസൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മസിൽ ഫാറ്റൊക്കെ മാറി വിസിബിൾ ആയിട്ട് വലുതായിട്ട് പുറത്തേക്ക് കാണിക്കുന്നു എന്നല്ലേ ഉള്ളൂ. പൊണ്ണത്തടിയന്റെ ശരീരത്തിലെ മസിൽ ഫാറ്റ് മൂടി കിടക്കുന്നതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. വണ്ണം കുറവുള്ള വ്യക്തിയുടെ ആണെങ്കിൽ മസിൽ ചെറുതായതുകൊണ്ട് അതും വിസിബിൾ അല്ല. സ്ത്രീകളുടെ ആണെങ്കിൽ അവരുടെ ഒരു പ്രകൃതി അനുസരിച്ച് അവരുടെ ശരീരം കുറച്ചും കൂടി സോഫ്റ്റ് ആയതുകൊണ്ട് അവരുടെ ബോഡി മസ്കുലർ അല്ല, പുരുഷന്മാരുടെ മസ്കുലർ അവരുടെയും വിസിബിൾ ആവണമെന്നില്ല. പക്ഷെ എല്ലാവരുടെയും ശരീരത്തിലെ മസിലുകൾ തുല്യമാണ്. നമ്മുടെ ശരീരത്തിൽ 650 മസിലുകളോളം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് 640 650 എന്ന് പറയാൻ കാരണം വെച്ചാൽ ചില മസിലുകളെ സബ് ഗ്രൂപ്പായിട്ടൊക്കെ തിരിക്കും. നമ്മുടെ ശരീരത്തിലെ മസിലുകളെ മോഡേൺ സയൻസ് 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് കാർഡിയാക് മസിൽ, അതായത് നമ്മുടെ ഹാർട്ട്. 2 സ്മൂത്ത് മസിൽ എന്ന് പറയും. സ്മൂത്ത് മസിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്റേണൽ ഓർഗൻസ്, അതായത് നമ്മുടെ ഇൻഡസ്റ്റൈൻ, കുടല്, ആമാശയം, സ്ത്രീകളുടെ ഗർഭപാത്രം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സ്മൂത്ത് മസിൽ എന്ന് പറയുന്നത്. കാർഡിയാക് മസിൽസ് എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരു ഹാർട്ടിനെയാണ് കാർഡിയാക് മസിൽ എന്ന് പറയുന്നത്. സ്മൂത്ത് മസിലിന് കൃത്യമായിട്ടൊരു എണ്ണം ശാസ്ത്രം പറഞ്ഞിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഓൾ ഓവർ ബോഡി സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്. പല സ്ഥലത്തും സെല്ലുകളായിട്ടും ഒക്കെ കോശങ്ങളായിട്ടൊക്കെയാണ് അത് കിടക്കുന്നത്. കൃത്യമായിട്ട് കൗണ്ട് ചെയ്യുന്ന രീതിയിൽ അല്ലാത്തതുകൊണ്ട് തന്നെ അതിന് കൃത്യമായ എണ്ണം ശാസ്ത്രം പറഞ്ഞിട്ടില്ല. പിന്നെയുള്ള മസിലാണ് സ്കെലറ്റൽ മസിൽ എന്ന് പറയും. നമ്മുടെ ബോഡി നമ്മൾ വിസിബിൾ ആയിട്ടുള്ള ബോഡിയാണ് സ്കെൽറ്റൽ മസിൽ എന്ന് പറയുന്നത്. ഈ സ്കെൽറ്റൽ മസിൽ എന്ന് പറഞ്ഞാൽ പാദം മുതൽ ഉച്ചി വരെ സ്പ്രെഡ് ചെയ്തെടുക്കുന്ന ഒരു മസിലാണ് സ്കെൽറ്റൽ മസിൽ. അത് നമ്മുടെ ബോണായിട്ട് സ്കെലറ്റനായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ടും സ്കെൽറ്റന് സപ്പോർട്ട് ഉള്ളതുകൊണ്ടും ആയിരിക്കും അതിന് സ്കെൽറ്റൽ മസിൽ എന്ന് പറയുന്നത്, ശാസ്ത്രം വിളിക്കുന്നത്. ഇങ്ങനെയാണ് 3 ടൈപ്പ് മസിലുകളാണ് നമുക്ക് ഉള്ളത്. ഈ 3 ടൈപ്പ് മസിലുകളും കാര്യങ്ങളെ കുറിച്ച് ആണ് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇനി വരുന്ന നമ്മുടെ വീഡിയോസിലുകളിൽ എല്ലാ ഫിറ്റ്നസ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ വീഡിയോസിലും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്കെൽറ്റൽ മസിലിനെ കുറിച്ചാണ്.